ഹലോ ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ആക്കണേ. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കമന്റും ഷെയറും എല്ലാം എനിക്ക് വളരെ വിലയേറിയതാണ്. എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പൊ ഇന്ന് ഒരു തനി നാടൻ വിഭവമായ തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇഡ്ലിക്കും ദോശയ്ക്കും ചോറിനും ഒക്കെ ഒപ്പം കൂട്ടി കഴിക്കാവുന്ന വളരെ സ്വാദിഷ്ടവും ഹെൽത്തിയുമായിട്ടുള്ള തേങ്ങാ ചമ്മന്തി, ഇടിച്ചമ്മന്തി എന്നും പറയും. ഉരലിൽ ഇടിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഇടിച്ചമ്മന്തി എന്ന് പറയുന്നത്. ഇത് ഞാൻ മിക്സിയിലാണ് തയ്യാറാക്കുന്നത്. ചമ്മന്തിക്ക് പാകമായ തേങ്ങയാണ് നല്ലത്. ഇളം തേങ്ങ കൊണ്ട് ചമ്മന്തി അരച്ചാൽ നന്നാവില്ല, പെട്ടെന്ന് കേടാവുകയും ചെയ്യും. ഇന്ന് എന്റെ കൈവശം കുറച്ച് കൊട്ട തേങ്ങയുണ്ട്. അതുകൊണ്ട് അത് ഉപയോഗിച്ചാണ് ചമ്മന്തി തയ്യാറാക്കുന്നത്. ഇത് തന്നെ വേണമെന്നില്ല, പാകമായ തേങ്ങ എടുത്താൽ മതിയാകും. ഞാനൊരു 7 കൊട്ടത്തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ചിരകി എടുക്കാൻ സാധിക്കില്ല. അതിനായി ചെറിയ സ്ലൈസസ് ആയി മുറിച്ചെടുക്കുന്നുണ്ട്, മിക്സിയിൽ പൊടിക്കാൻ പാകത്തിന്. ഇതോടൊപ്പം തന്നെ ഞാൻ 2 തേങ്ങ ചിരകിയതും എടുക്കുന്നുണ്ട്. കൊട്ടത്തേങ്ങ സ്ലൈസ് ചെയ്തെടുത്തു. തേങ്ങ ചിരകിയും എടുത്തു. ഇത് കുറേശ്ശായിട്ട് മിക്സിയുടെ ജാറിൽ ഒരുപോലെ പൊടിച്ച് മാറ്റി വെക്കാം. വറുത്ത തേങ്ങ പൊടിച്ചെടുക്കുമ്പോൾ കുഴഞ്ഞു പോകാറുണ്ട്. അതിൽ വെളിച്ചെണ്ണ തെളിഞ്ഞു വരും. ആ പാകത്തില് ഒരു പേസ്റ്റ് പോലെ കഴിക്കാനും നല്ല രുചിയാണ്. അല്ലാതെ പൊടിയായി കഴിക്കുന്നവർ കൂടുതൽ പൊടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് കുഴഞ്ഞു പോകുന്നതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഉഴുന്ന് കൂടി ചേർക്കുന്നുണ്ട്. 2 കപ്പ് ഉഴുന്നെടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറുത്ത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുന്നു. ഈ പൊടി കൂടി ചേർക്കുമ്പോൾ കുറച്ച് ഒന്ന് കുഴഞ്ഞു പോകാതെ എടുക്കാനായിട്ട് സാധിക്കും. നല്ല രുചികരവുമാണ്. അപ്പൊ അത് മിക്സിയുടെ ജാറിൽ പൊടിച്ച് വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ തേങ്ങ എല്ലാം നന്നായിട്ട് പൊടിച്ച് ഒന്നുപോലെ പൊടിച്ച് ഒരു ഉരുളിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായ മുളകിടാം. ഒരു 30 വറ്റൽ മുളക് ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു നാരങ്ങ വലിപ്പത്തിൽ വാളൻ പുളി ചേർക്കുന്നുണ്ട്. പുളി ഞാൻ ചെറുതായിട്ട് ഇറുത്തിടുന്നുണ്ട്. ഇതെല്ലാം തേങ്ങയോടൊപ്പം തന്നെ മൂത്ത് വരണം. പുളിയുടെ വെള്ളം, ഈർപ്പം എല്ലാം വറ്റി ഡ്രൈ ആയി തന്നെ കിട്ടണം. അതോടൊപ്പം തന്നെ ഞാൻ ജൂണിലെ നിലാമഴയിൽ കുളിച്ച് തളിർത്ത് സുന്ദരിയായി നിൽക്കുന്ന ഒരു പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പില ആയതുകൊണ്ടാണ് ഇത്രയും അധികം അളവെടുത്തത്. കറിവേപ്പില ആവശ്യത്തിന് 1-2 തണ്ട് ഇട്ടാൽ മതിയാവും. ഞാൻ ഫ്രഷ് കറിവേപ്പില ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയധികം ഇടുന്നത്. കടയിൽ നിന്ന് വാങ്ങുന്നവർ ഇത്രയും കറിവേപ്പില ഉപയോഗിക്കരുത്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇത് വറുത്ത് വരുമ്പോൾ കറിവേപ്പില കാണാനേ ഉണ്ടാകില്ല, അതിലൂടെ ചേർന്നോളും. അപ്പൊ നന്നായിട്ട് അടുക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഉരുളി നന്നായിട്ടൊന്ന് ചൂടായി വരണം. അതോടൊപ്പം തന്നെ ഈ തേങ്ങ, ഈ കൂട്ട് ഫുള്ളായിട്ട് ചൂട് പിടിക്കണം. എല്ലാം ഒന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. മീഡിയം ടു ലോ അഡ്ജസ്റ്റ് ചെയ്ത് വേണം പിന്നെ ഇത് വറുത്തെടുക്കാനായിട്ട്. നല്ല ശ്രദ്ധ വേണം. അപ്പൊ കുറച്ച് സമയമായിട്ടുണ്ട്, ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. മീഡിയം ടു ലോ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ചമ്മന്തിപ്പൊടിയിൽ കൊച്ചുള്ളി ചേർക്കാറുണ്ട്. അത് നല്ല പ്രത്യേക രുചി തന്നെ തരും. പക്ഷെ കൊച്ചുള്ളി ചേർക്കുന്ന ചമ്മന്തി കൂടുതൽ നാള് സൂക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കാനാണ്, കുറച്ച് ക്വാണ്ടിറ്റിയെ ഉണ്ടാക്കുന്നുള്ളൂ എങ്കിൽ കൊച്ചുള്ളി ചേർക്കാം.
ഇതെനിക്ക് അളവ് കൂടുതലുണ്ട്, കൂടുതൽ നാൾ കേടാകാതെ ഇരിക്കണം എന്നുള്ളത് കൊണ്ടാണ് കൊച്ചുള്ളി, ഇഞ്ചി ഇതൊന്നും ചേർക്കാത്തത്. അപ്പോൾ ഇതിന് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് പാകത്തിന് ഉപ്പ് ചേർക്കാം. നിങ്ങൾക്ക് ഊഹിക്കാമോ ഇതിൽ എത്ര ഉപ്പ് വേണ്ടി വരും? ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഹീപ്ഡ് അളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണിൽ കൂമ്പാരമായിട്ട് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതും ഒന്ന് ചൂടായി വരണം. ഈ ഉപ്പ് മതിയാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഉപ്പ് പോരെങ്കിൽ അവസാനം ചേർക്കാവുന്നതാണ്. കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ചേർത്ത് പൊടിച്ച പൊടിയാണ്. ആദ്യം 30 വറ്റൽമുളകേ ചേർത്തിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും മുളക് പൊടി ഇടുന്നത്. ഈ മുളക് പൊടി കൂടി ഒന്ന് ചൂടായി വരണം. അതിന് ഫ്ലെയിമിന്റെ ആവശ്യമില്ല. ആ ഉരുളിയുടെ ചൂടും തേങ്ങയുടെ ചൂടും കൊണ്ട് തന്നെ മുളക് പൊടി മൂത്ത് കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉഴുന്ന് പൊടി കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ ഉപ്പും ഉഴുന്നുപൊടിയും എല്ലാം തേങ്ങയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ മിക്സായി കിട്ടണം. നന്നായി ഇളക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം. ഇത് ഒന്നിരുന്ന് തണുക്കണം. തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ കുറേശ്ശെ ഇട്ട് പൊടിച്ചെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ അരയ്ക്കാൻ പാടില്ല. പൾസർ മോഡിലിട്ട് 1-2 കറക്ക് കറക്കിയാൽ മതി, പൊടിഞ്ഞു വരും. ഇത് ഓൾറെഡി പൊടിഞ്ഞ തേങ്ങയാണ്, പൊടിച്ചാണല്ലോ നമ്മൾ വറുത്തത്. അപ്പം അങ്ങനെ നമുക്ക് ഇത് ഫുള്ളായിട്ടും പൊടിച്ചെടുക്കാവുന്നതാണ്. ഇവിടെ ചമ്മന്തിപ്പൊടി ഫുള്ളായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തനതായ ശൈലിയിലുള്ള രുചികരമായ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കും. ഇത് ചില്ല് കുപ്പിയിൽ സൂക്ഷിക്കണം, കണ്ണാടി ഭരണിയിൽ സൂക്ഷിക്കണം. നമുക്ക് അടുക്കളയിൽ ആവശ്യത്തിന് മാത്രം ചെറിയ ഭാഗമായിട്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈർപ്പമുള്ള സ്പൂണൊന്നും ഇട്ട് ഇളക്കാൻ പാടില്ല. എയർ ടൈറ്റ് ആയിരിക്കണം. വെള്ളം നനവും പാടില്ല. അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കും. കുട്ടികൾക്ക് ഹോസ്റ്റലിലൊക്കെ കൊടുത്തയക്കാനും പറ്റിയ കണ്ടുതിരികളാണ്.